ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഇത് ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് പൂ പറിക്കാൻ പോയ വീഡിയോ ആണ്. നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് കേട്ടോ പൂവൊക്കെ പറിക്കുന്നത്. കുറച്ച് പൂക്കൾ വാങ്ങിക്കുക, അതോടൊപ്പം ഇലവെട്ടാൻ പോയപ്പോൾ കുറച്ച് പൂക്കൾ പറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ പൂവൊക്കെ പറിച്ചത്. എൻ്റെ യൂട്യൂബ് ചാനൽ കാരണം ഇപ്പോൾ നാട്ടുകാർക്കാണ് കേട്ടോ സൗകര്യം ഇല്ലാത്തത്. അതുകൊണ്ട് ക്യാമറ കണ്ടപ്പോൾ ഓരോരുത്തരും മുഖം പൊത്തി ഓടുകയായിരുന്നേ. ഈ വീട്ടിലാണെങ്കിൽ നിറച്ചും പൂക്കളുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ വന്നതിന് തിരിച്ചു പോയതിന് ശേഷം അവിടെ ഒരൊറ്റ പൂവില്ലായിരുന്നു കേട്ടോ. മുഴുവൻ തൂത്ത് പറക്കി ഞാനങ്ങ് പറിച്ചെടുത്തേ. വയലിൽ പൂ പറിക്കാൻ പോയ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ ഞാൻ ഫോൺ കൊണ്ട് പോയില്ലായിരുന്നേ. ഇനിയാണ് ടാസ്ക്. ഈ പറിച്ചുപോയ പൂക്കൾ അത്രയും കൊണ്ടിട്ട് ഇറുക്കണം. കറക്റ്റ് സമയത്ത് കറണ്ടും പണിയെന്ന് കേട്ടോ. അങ്ങനെ എമർജൻസിയുടെ ലൈറ്റ് വെട്ടത്തിലൊക്കെ ഇരുന്നാണ് കേട്ടോ പൂവൊക്കെ തീർത്തത്. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നേ. അതിനിടെ കൂടെ വീഡിയോ എടുക്കണം കണ്ടുകൊണ്ട് അനിക്കുട്ടി ഒരു പൂവെടുത്ത് ഞാൻ കാണാൻ ക്യൂട്ടല്ലേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ തിരുവോണത്തിന് രാവിലെ എഴുന്നേറ്റപ്പം മുതലേ നല്ല മഴയായിരുന്നേ. പിന്നെ ആ മഴയൊക്കെ ഒന്ന് തോരാൻ കാത്തിരുന്ന് ഒന്ന് തോർച്ച കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ അത്തോടെ ഇറങ്ങിയത്. ഡിസൈനൊക്കെ ഞാൻ തലേ ദിവസമേ വരച്ചിട്ടതായിരുന്നു. പക്ഷെ മഴ കാരണം എല്ലാം പോയി. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്നും കൂടെ വരച്ചു കേട്ടോ. ഇതാണ് എൻ്റെ അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് പോയപ്പോഴത്തേക്ക് അപ്പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് സദ്യ കഴിക്കാൻ ടൈമായി. എല്ലാവരും ചോറ് കഴിച്ചാണ് പായസം കുടിക്കുന്നത്. പക്ഷേ അനിക്കുട്ടി ഇവിടെ ആദ്യമേ പായസമാണ് കേട്ടോ എടുത്ത് കുടിച്ചത്. പിന്നെ നമ്മളിതേ സദ്യയൊക്കെ കഴിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയേ. ഞാനും അമ്മയും അനിയത്തിയും പിന്നെ ഉഷാൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഉഷാൻറ്റിയെ. ഇതാണ് അമ്പലത്തിലിട്ട് അത്തപ്പൂക്കളവേ. നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോഴും. പിന്നെ നമ്മളതേ ഒരുവിധമൊക്കെ തൊഴുത് ചന്ദനമൊക്കെ വാങ്ങി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയേ. വീട്ടിലെത്തിയപ്പോഴേക്ക് നേരെ നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ അടുത്ത ദിവസം വരാവേ.